പോയി ജോലി ചെയ്ത് നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല. ഈ ഫേസ്ബുക്ക് ആക്കി ഇത് ഫോട്ടോ എടുത്തേക്കും. ഈ സാധനം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു ജസ്റ്റ് ഒരു ഫീസ് ട്രാൻസാക്ഷൻ അത് ഒരു അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതുപോലെ വരും, ജസ്റ്റ് ഒരു ഇൻട്രോഗേഷന് പോകും, അത്രേ ഉള്ളൂ. ഞങ്ങളാരും ഇത് കണ്ടിട്ട് പോലും സംസാരിക്കാൻ നിങ്ങൾ ഇത് കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനമാണ്. മൊയ്തു ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടേക്കുന്നു. മൊയ്തുവിനോട് പറയാ ജോലി ചെയ്ത് ജീവിക്കാം. നമ്മളിത് കണ്ടിട്ട് പോലും ഇല്ല. വരുമ്പോ തരാം. നിന്റെ പരിപാടിക്ക് നമ്മൾ എടുത്തില്ല, ആവശ്യത്തിന് എടുത്തില്ലേ? ഫേസ്ബുക്ക് ഹാക്ക് ചെയ്താണ് ഫോട്ടോ എടുത്തേക്കുന്നത്. ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തത് പെണ്ണുങ്ങളെ ഫോട്ടോ ഇട്ട് ഉണ്ടല്ലോ, ഉറപ്പായിട്ടും മനസ്സിലായോ? ഇതോട്ട് ഒരു ബന്ധമില്ല. അമ്മയും മകനും കൂടി MDMA കച്ചവടം നടത്തി പോലീസ് പിടിച്ചൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? രക്ഷിതാക്കളും ഇതിന് മക്കൾക്ക് കൂട്ടുനിന്ന് കൊടുക്കണോ? സൗദിയിൽ 3 പേര് മയക്കുമരുന്ന് വെച്ചപ്പോഴത്തേക്ക് തലവെട്ടി. അപ്പൊ അവിടെ മയക്കുമരുന്ന് നിൽക്കുന്നവർ തന്റെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ? അവൻ ആലോചിക്കത്തില്ലേ, അടി ഇത് പ്രശ്നം തലവെട്ടും, അല്ലെ ദുബായ് പിടിച്ചാൽ തലവെട്ടും. എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ ഭയം ഉണ്ടാവുന്നത്, ഈ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഭയം ഉണ്ടാവുന്നു. ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ ഇതും കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ ഹീറോകൾ. പിന്നെ ഇവനെയൊക്കെ രാഷ്ട്രീയക്കാർ ദത്തെടുത്തിട്ട് രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുകിടക്കുക പോറ്റുവാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക? അഖിൽമാരാർ പറഞ്ഞ ഈ കാര്യത്തിനോട് 100% നമുക്ക് ചോദിക്കാം. കാരണം പുറം രാജ്യങ്ങളിലെ നിയമങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരണം. അപ്പോഴാണ് ഇവർക്ക് ഭയമുണ്ടാവുള്ളൂ.